ഇങ്ങെന്ത് മനുഷ്യരാണ് നിങ്ങളെ സ്വന്തം പെങ്ങക്കടെ ഭർത്താവല്ലേ മരിച്ചത്? നിങ്ങൾക്കൊരു സങ്കടമില്ലേ? നിങ്ങൾക്ക് അവളൊന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും എന്തെങ്കിലും പറയാനില്ലേ? ഈ നാട്ടുകാരെ കാണിക്കാനെങ്കിലും ഒന്ന് സങ്കടപ്പെടായിരുന്നില്ലേ? എന്ത് ഹൃദയമാണ് നിങ്ങളുടെ കല്യാണം എത്ര? എല്ലാവരും അത് തന്നെ പറയണേന്ന്. രാങ്ങള വന്നേക്കണ്. എടി കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നീ എന്നെ മനസ്സിലാക്കിണ്ട് എത്ര നാളായിട്ട്? മനസ്സിലാക്കിയിട്ടില്ല. എടി, ഞാൻ എൻ്റെ അപ്പനെ കണ്ടാണ് വളർന്നത്. ഇപ്പോഴത്തെ പിള്ളേർ പറയില്ലേ റോൾ മോഡൽ, അത് തന്നെ. എൻ്റെ അപ്പനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും, അതെന്തൊക്കെ ഉണ്ടായാലും, അതിപ്പോൾ സാമ്പത്തികമായിട്ടായാലും മറ്റുള്ള പ്രശ്നങ്ങൾ എന്തായാലും, ഇനിയിപ്പോൾ ദുരന്തങ്ങളായാലും ഇനിയിപ്പം മരണങ്ങളായാലും എന്ത് സംഭവിച്ചാലും അപ്പനിങ്ങനെ കട്ടയ്ക്ക് നിൽക്കണം. മനസ്സിലായെങ്കിൽ അതായത് അപ്പൻ്റെ കണ്ണീര് ഒരു കണ്ണീര് വരും വരില്ല. എല്ലാവരും ആശ്വസിപ്പിച്ച് എല്ലാവരും സമാധാനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കണതാണ് അപ്പൻ. ആ അപ്പൻ്റെ പുറകിൽ നിൽക്കാൻ തന്നെ നമുക്കൊരു ധൈര്യമാണ്. കാരണം അപ്പനിങ്ങനെ നിൽക്കല്ലേ. അപ്പം നമ്മ എന്തിനാ പേടിക്കുന്നത്? നമ്മ അങ്ങനെ നിൽക്കും, അപ്പൻ്റെ പുറകിൽ ഇങ്ങനെ കട്ടയ്ക്ക് നമ്മെ നിൽക്കും. പക്ഷേ ഉണ്ടല്ല, ഈ ആള് ആരവങ്ങളൊക്കെ ഒഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പനൊറ്റയ്ക്ക് വരുന്ന കരയണുണ്ടോ? അത്രയും നേരം പിടിച്ചു വെച്ച കണ്ണീര് മുഴുവനും ആ മനുഷ്യൻ ആരും കാണാണ്ട് കരഞ്ഞു തീർക്കണുണ്ടോ? എന്നിട്ട് കുറേ വെള്ളം മുത്തൂരി ഒഴിച്ചിട്ട് കയറി വരും ചിരിച്ചുകൊണ്ട്. അവരങ്ങനെയാണ്. അവർക്ക് ആൾക്കാർ മുമ്പിലൊന്നും വെച്ച് കരയാനൊന്നും പാടില്ല. കരഞ്ഞു കഴിഞ്ഞാൽ അവർ മോശക്കാരാവുന്നല്ല അർത്ഥം. കാരണം അവരെ നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ അവരെ ചുറ്റിനുമുണ്ട്. അവർ കരഞ്ഞു കഴിഞ്ഞാൽ തളർന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ പുറകെ. അങ്ങനെ തളർന്ന് പോകണ്ടിരിക്കാണ്ട് അവരിങ്ങനെ എയർ പിടിച്ച് നിൽക്കുന്നവരിങ്ങനെ. അതിപ്പോൾ അപ്പനായാലും കുടുംബം നോക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ അപ്പനെ കണ്ടിട്ടാണ് ഞാനും വന്നത്. നീ പറഞ്ഞില്ലേ നിങ്ങളെന്ത് കല്ല് കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം വന്നത്? എനിക്കവിടെ കല്ലാക്കിയേ പറ്റൂടി. കാരണം എനിക്കെൻ്റെ പെങ്ങള് പ്രിയപ്പെട്ടതാണ്. അതിലേറെ പ്രിയപ്പെട്ടത് എനിക്കെൻ്റെ അളിയനാണ്. അളിയൻ്റെ നഷ്ടത്തിൽ എൻ്റെ പെങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവിടെ കിടന്ന് വാവിട്ട് കരയുന്നവൾ. എനിക്കവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അപ്പൊ ചെലമിക്ക് ഹൃദയം കല്ലാക്കേണ്ടി വരും. ആൾക്കാർ മുമ്പിൽ ഇങ്ങനെ എൻ്റെ അപ്പനെ പോലെ ഇങ്ങനെ നിൽക്കേണ്ടി വരും എനിക്ക്. അപ്പൊ നീ പറഞ്ഞ ഒരാൾക്കാരെ പറയും അവനെന്ത് മനുഷ്യനാണ്, അവനൊരു സ്നേഹമില്ലാത്തവനാണ്, പലതും പറയും. എടി, ഏറ്റവും വലിയ കൊടുങ്കാറ്റ് വന്നാലും ഉണ്ടല്ല, നമ്മളിങ്ങനെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ നെഞ്ചും പിരിച്ചിങ്ങനെ നിൽക്കും ഒരു പരിചയ പോലെ. ആ കൊടുങ്കാറ്റിൽ നമ്മുടെ കുടുംബമൊക്കെ പറന്നു പോകും, നമുക്കറിയാം. പക്ഷെ എന്നാലും നമുക്കതിന് നിന്നേ പറ്റും. കാരണം നമ്മുടെ പുറയിൽ നമ്മളെ നോക്കി ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. അവരൊന്നും തകരാൻ പാടില്ല, തളരാനും പാടില്ല.